2022 LSS പരീക്ഷയ്ക്ക് വന്ന ഗണിത ചോദ്യങ്ങൾ പരിചയപ്പെടാം. ആ വർഷം ആകെ 10 സ്കോറിന്റെ ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതില് ഒരു പ്രശ്ന അപഗ്രഥന ചോദ്യം 5 സ്കോർ, പിന്നീട് ഓരോ സ്കോർ വീതം വരുന്ന 5 ചോദ്യങ്ങൾ, അങ്ങനെ ആകെ 6 ചോദ്യങ്ങൾ. പക്ഷെ പ്രശ്ന അപഗ്രഥന ചോദ്യത്തില് 4 ചോദ്യം ഉപചോദ്യം ഉണ്ട്. അപ്പൊ ഇതാകെ നമുക്കൊന്ന് പരിചയപ്പെടാം. എങ്ങനെയാണ് വളരെ വേഗത്തിൽ ഇതിലെ ഗണിത പ്രവർത്തനങ്ങൾ ചെയ്യാമെന്നും നോക്കാം. തുടങ്ങാം. ഇത് പ്രശ്ന അപഗ്രഥന ചോദ്യമാണ്. ഹാൾ നവീകരിക്കാൻ 99,500 രൂപ അനുവദിച്ചതിൽ 70,345 രൂപ ടൈൽ പതിക്കാനും 19,075 രൂപ ലൈറ്റും ഫാനും വാങ്ങുവാനും ചെലവഴിച്ചു. ബാക്കി വന്ന തുക കൊണ്ട് ചുമരിൽ വലിയൊരു ചിത്രവും വരച്ചു. അപ്പൊ ഇത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് തന്നു. ഇനി ഇത് വെച്ച് 4 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ എന്താ? ചുമരിൽ ചിത്രം വരയ്ക്കാൻ എത്ര രൂപ ചെലവഴിച്ചു? ചുമരിൽ ചിത്രം വരയ്ക്കാൻ ചെലവഴിച്ച തുക കണ്ടുപിടിക്കണം. അതിനെ സംബന്ധിച്ച് ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താ? ബാക്കി വന്ന തുക കൊണ്ട് ചുമരിൽ വലിയൊരു ചിത്രവും വരച്ചു എന്നാണ്. അപ്പൊ ബാക്കി വന്ന തുക കണ്ടുപിടിച്ചാൽ ഇതിന്റെ ഉത്തരമായി. ബാക്കി വന്നത് എന്ന് പറയുമ്പോൾ എങ്ങനെയാ ബാക്കി വന്നത്? ഹാൾ നവീകരിക്കാൻ 99,500 രൂപ അനുവദിച്ചു. അപ്പൊ അനുവദിച്ചത് എത്രയാ? 99,500 രൂപ. അതില് എല്ലാ പൈസയും ചെലവഴിക്കോ? ഇല്ല. 2 കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു. ഒന്ന് 70,345 രൂപ ടൈൽ പതിക്കാനും ലൈറ്റും ഫാനും വാങ്ങുവാൻ 19,075 രൂപയും. അപ്പോ ആകെ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ കിട്ടുന്നതാണ് ആകെ ചെലവഴിച്ചത്. അങ്ങനെ ചെലവഴിച്ച തുക ഇതിൽ നിന്ന് കുറച്ചാൽ കിട്ടുന്നതാണ് ബാക്കി. ആ ബാക്കിയാണ് ഇതിന്റെ ഉത്തരം. അപ്പൊ നമുക്ക് എന്ത് വേണം? 99,500 നിന്ന് ഇത് രണ്ടും കൂട്ടി കിട്ടുന്നത് കുറക്കണം. കൂട്ടി കിട്ടുന്നത് കുറക്കുക എന്ന് പറഞ്ഞാൽ ഇതാദ്യം കൂട്ടണമല്ലോ. അപ്പൊ നമുക്ക് 70,345 19,075 ഒന്ന് കൂട്ടി നോക്കാം. 70,345 പ്ലസ് 19,075 കൂട്ടണം നിങ്ങൾക്കറിയാലോ. അത് നമുക്ക് സാധാരണ പോലെ 5 5 10 1 1 4 5 7 12 1 1 3 4 9 0 9 7 1 8. അപ്പോ 89,470 രൂപയാണ് ചെലവഴിച്ചത്. ഇനി ബാക്കി കണ്ടുപിടിക്കണം. എന്തിൽ നിന്ന് ബാക്കി? ഈ 99,500 നിന്ന് 89,470 കുറക്കണം. ഇത് നേരെ തിരിച്ച് അങ്ങോട്ട് സങ്കലമായിട്ടാണ് ചെയ്യുക. 0 എത്ര കൂട്ടിയാൽ 0 കിട്ടും. 7 എത്ര കൂട്ടിയാൽ 10 കിട്ടും? 3. അപ്പം 3 7 11 ബാക്കി. ആ 1 ഈ 4ന്റെ കൂടെ കൂട്ടി 5. 5 എത്ര കൂട്ടിയാൽ 5 കിട്ടും? 0. 9 എത്ര കൂട്ടിയാൽ 9 കിട്ടും? 0. 8 എത്ര കൂട്ടിയാൽ 9 കിട്ടും? 1. അപ്പം ഒന്നാമത്തെ ചോദ്യം എന്താ? ചുമരിൽ ചിത്രം വരയ്ക്കാൻ എത്ര രൂപ ചെലവഴിച്ചു? ആകെ ഉള്ളതിൽ നിന്ന് ചെലവഴിച്ച തുക കുറച്ചാൽ കിട്ടുന്നതാണ് 10,030 രൂപയാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം എന്താ? തറയിൽ പതിക്കാനായി 398 പാക്കറ്റ് ടൈലുകൾ വാങ്ങി. ഒരു പാക്കറ്റിന് 149 രൂപയാണ് വില. എങ്കിൽ ടൈലുകൾ വാങ്ങാൻ ആകെ എത്ര രൂപ ചെലവായി? ഇതെന്താ ചെയ്യേണ്ടത് മനസ്സിലായല്ലോ. നമുക്ക് ആകെ എത്ര രൂപ, ടൈലുകൾ വാങ്ങാൻ ആകെ എത്ര രൂപ, അതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ തന്നതിൽ എന്താ? ഒരു പാക്കറ്റ് ടൈലിന്റെ വിലയുണ്ട് 149. എത്ര പാക്കറ്റ് ഉണ്ട്? 398. അപ്പം ആകെ എങ്ങനെ കാണും? 398നെ 149 ഗുണിച്ചാൽ ഈ ചോദ്യത്തിന്റെ ഉത്തരമായി. അപ്പൊ നമുക്കിനി അങ്ങനെ ചെയ്യാം. 398 ഗുണിക്കണം 149.
ഇപ്പൊ 398 ഗുണിക്കണം 149 എന്ന് പറയുമ്പോൾ ഇതുകൊണ്ട് ഇതിനെ ഗുണിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അത് സിമ്പിൾ. ഇപ്പം ഇതിനെ ചോട്ടിലിട്ട് ഗുണിച്ച് എഴുതാം. ഇപ്പൊ 398 ഗുണിക്കണം 149 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഗുണിച്ചിടാം. പക്ഷെ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഞാൻ വേറൊരു വഴിയിലാണ്. ഈ 398നെ ഞാൻ 400 മൈനസ് 2 നായി. 400 2 കുറച്ചാൽ 398 അതിനെ 149 ഗുണിച്ചു. 400 മൈനസ് 2 എത്രയാ? 398 ആണല്ലോ. ഇനി നമുക്കൊന്ന് ഗുണിച്ചു നോക്കാം അല്ലെ. ആദ്യം എന്ത് വേണം അറിയോ? 149നെ 400 കൊണ്ട് ഗുണിക്കാം. 400 കൊണ്ട് ഗുണിക്കാനുള്ള വഴി എന്താ പറയുക? അത് 2 പൂജ്യം ഇട്ടേക്കോ. എന്നിട്ട് 4 കൊണ്ട് ഗുണിക്കാം. 4 9 36 3 ബാക്കി. 4 4 16 3 19. 4 1 4 1 5. അതിൽ നിന്ന് മൈനസ് 2 9 18 1 ബാക്കി. 2 4 8 3 9 2 1 2. ഇത് കുറച്ചാൽ ഇതിന്റെ ഉത്തരം. അതായത് 398നെ 149 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 400 മൈനസ് 2നെ 149 കൊണ്ട് ഗുണിക്കാം. ആദ്യം 400 കൊണ്ട് ഗുണിച്ചു 149നെ, അതാണ് 59,600. അതിൽ നിന്ന് മൈനസ് 2 ഗുണിക്കണം 149 298. ഇനി കുറക്കുക. 8നോട് എത്ര കൂട്ടിയാൽ 10 കിട്ടും? 2 1 ബാക്കി. 1 9 10. 10നോട് എത്ര കൂട്ടിയാൽ 10 കിട്ടും? 0 1 ബാക്കി. 3നോട് 2 1 3നോട് എത്ര കൂട്ടിയാൽ 6 കിട്ടും? 3. പിന്നെ ഇവിടെ 9 5. നിങ്ങൾ 198നെ 149 ഇങ്ങനെ ഗുണിച്ച് നോക്കിയിട്ട് ഇത് കിട്ടുന്നുണ്ടോ നോക്ക് കേട്ടോ, ശരിയാണെന്തോ. ഓക്കെ. ഇപ്പൊ ഇതിലേതാണ് രണ്ടും ചെയ്ത് നോക്കുക. എന്നിട്ട് ഏതാണ് എളുപ്പ വഴി എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. 24 മീറ്റർ നീളവും 4 മീറ്റർ വീതിയുമുള്ള ചുമരിലെ ചിത്രത്തിന്റെ ചുറ്റളവ് എത്രയാണ്? ഇത് അത്ര ബുദ്ധിമുട്ടില്ല. ഇതാ ചുറ്റളവ് കാണാനാണ്. അത് ചിത്രത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞ ചിത്രം ഉണ്ടല്ലോ, അതിന്റെ നീളം 24 മീറ്റർ, വീതി 4 മീറ്റർ. ചുറ്റളവ് എങ്ങനെ കാണും? 24 4 കൂടെ കൂട്ടുക 28. അതിനെ 2 കൊണ്ട് ഗുണിക്കുക. 28നെ 2 കൊണ്ട് ഗുണിച്ചാൽ എത്ര വരും? 56 മീറ്റർ. 24 4 28നെ 2 കൊണ്ട് ഗുണിച്ച് കിട്ടുന്നതാണ് 56 മീറ്റർ. ഓക്കെ. അടുത്ത ചോദ്യം. 8 ബൾബുകളുള്ള ഒരു പാക്കറ്റിന് 984 രൂപയാണ് വില. ഒരു ബൾബിന്റെ വില എത്രയാണ്? അപ്പം ഒരു പാക്കറ്റ് എത്ര ബൾബുണ്ട്? 8 ബൾബുണ്ട്. അതിനെന്താ വില? 984 രൂപ. ഒരു ബൾബിന്റെ വില കണ്ടുപിടിക്കണം. അപ്പൊ 8 ബൾബിന് 984 രൂപ. ഒരു ബൾബിന്റെ വില കണ്ടുപിടിക്കണം. അങ്ങനെ കാണും. 984 ഹരിക്കണം 8. അത് നമുക്ക് ഹരിച്ചു നോക്കാം. 984 ഹരിക്കണം 8. 9 8 1 ഒരു 8 8. 9 നിന്ന് 8 കുറക്കുക 1. ഈ 8 താത്തയിടുമ്പോൾ 18ആയി. 18 8 എത്ര പ്രാവശ്യം അടങ്ങും? 2 പ്രാവശ്യം. 2 8 16. 18 നിന്ന് 16 കുറച്ചാൽ 2. ഈ 4 ഇവിടെ താഴ്ത്തിയിടുക. 24. 24 8 എത്ര പ്രാവശ്യം അടങ്ങും? 3 പ്രാവശ്യം. 3 8 24. ഇത് കറക്റ്റ് അടങ്ങി 123 രൂപയാണ് ഒരു ബൾബിന്റെ വില. ഓക്കെ. അടുത്ത ചോദ്യം. ഇവിടെ ഒരു ചിത്രം, 2 ചിത്രം, 3 ചിത്രം, 4 ചിത്രം തന്നിട്ടുണ്ട്. ഈ 4 ചിത്രത്തിലും കുറച്ച് കള്ളികളുണ്ട്. അത് 1 2 3 4 എന്നിങ്ങനെ അതിന്റെ പുറത്തുള്ളത്. അകത്ത് മറ്റൊരു സംഖ്യ ഉണ്ട് 100. രണ്ടാമത്തെ എന്താ? 2 3 4 5 പുറത്ത്, അകത്ത് 196. ഇതില് 3 4 5 6 പുറത്ത്, 324 അകത്ത്. ഇവിടെയോ 4 5 6 7 പുറത്ത്. ഇവിടെ തന്നിട്ടില്ല. അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഇവിടെയുള്ള, അതായത് 100 196 324 ഇതാണ് അകത്തുള്ളത്. ഇതും അകത്താണല്ലോ. അതിന്റെ പ്രത്യേകത കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഇവിടെ 100 എങ്ങനെ വന്നു? 196 വന്നു, 324 വന്നു. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സംഖ്യ വരുത്താൻ കഴിയും അല്ലേ?
അപ്പോ പുറത്തുള്ള സംഖ്യയും ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. പുറത്തുള്ള സംഖ്യ വെക്കാം 1 2 3 ഇതൊന്ന് കൂട്ടി നോക്കുക. 1 2 3 3 3 6 6 4 10 ഇത് കൂട്ടിയാൽ 10 കിട്ടും. ഈ 10ഉം ഈ 100ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? 10 ഗുണിക്കണം 10 ആണ് 100. ഇനി നമുക്ക് ആ ബന്ധം അനുസരിച്ച് ഇവിടെ അത് ശരിയാവുണ്ടോ നോക്കാം. 2 3 5 5 4 9 9 5 14. അപ്പൊ 14 ഗുണിക്കണം 14 എന്ത് കിട്ടണം? ഇവിടെയുള്ള സംഖ്യ കിട്ടണം. 14 ഗുണിക്കണം 14 എത്രയാണ്? 196 ആണ്. അത് ശരിയാണല്ലോ. കറക്റ്റ്. ഇനി നമുക്ക് ഈ 2 ഇവിടെ കിട്ടിയല്ലോ, ഇതിനകത്ത് കിട്ടിയല്ലോ. ഇനി മൂന്നാമത്തേലും അത് കിട്ടുമോ നോക്കണല്ലോ അല്ലെ. അപ്പൊ 3 4 7 7 5 12 ആണ് 18. അപ്പൊ 18 ഗുണിക്കണം 18 എത്രയാണ്? 324. കറക്റ്റ് ആണ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇത് 3 നമുക്ക് എങ്ങനെയാണ് എന്ന് മനസ്സിലായി. പിന്നെ അതേ വിദ്യ ഇതിൽ പ്രയോഗിക്കുക. 4 5 9 ആണ് 15. 15ഉം 7ഉം 22. പിന്നെ 22 ഗുണിക്കണം 20 നോക്കിയാൽ മതി അല്ലെ. 22 ഗുണിക്കണം 22 2 2 4 2 2 4. ഇനി 20 ഗുണിക്കുമ്പോൾ ഇവിടെ ഒരു 0 അതിട്ടേക്കുക. എന്നിട്ട് 2 2 4 2 2 4 ഇത് കൂട്ടുക. 4 4 4 8 4 എത്രയാ? 484 ആണ് ഇവിടെ വരേണ്ട സംഖ്യ. അടുത്ത ചോദ്യം. രാജുവിന്റെ കയ്യിൽ 4000 രൂപയുണ്ട്. അതിലാകെയുള്ള 100 200 500 രൂപ നോട്ടുകളുടെ എണ്ണം തുല്യമാണ്. എങ്കിൽ ആകെ എത്ര എണ്ണം നോട്ടുകൾ ഉണ്ട്? അതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോ രാജുവിന്റെ കയ്യിൽ ആകെ ഉള്ളത് 4000 രൂപയാണ്. നോട്ടുകൾ എന്തൊക്കെയാണ്? 100 200 500. ഇത് ഓരോന്നും എത്ര ഉണ്ട് കണ്ടുപിടിക്കണം. 4000 കിട്ടുകയും വേണം. പക്ഷെ പറഞ്ഞിരിക്കുന്നത് എന്താ? എല്ലാം തുല്യ എണ്ണമാണ്. ഇത് വ്യത്യാസമില്ല. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എളുപ്പത്തിൽ എന്താ വഴി എന്നറിയോ? ഇത് 3 കൂടെ കൂട്ടുക. 100 200 500 എത്രയാ? 100 200 300 500 കൂട്ടിയാൽ 800 കിട്ടും. ആ 800 കൊണ്ട് ഈ 4000നെ ഹരിച്ചാൽ മതി. നാലായിരത്തിനെ 800 കൊണ്ട് ഹരിക്കാനുള്ള എളുപ്പ വഴി എന്താണെന്നറിയോ? ഇതിൽ 2 പൂജ്യമില്ലേ, ഇങ്ങേയറ്റം വലത്തേ അറ്റം, അത് 2 വെട്ടുക. അതുപോലെ ഇവിടെ 2 പൂജ്യം കിട്ടുമ്പോൾ ഇവിടെ 2 പൂജ്യം കിട്ടും. ബാക്കി എന്തുണ്ട്? 40 8. 40 ഹരിക്കണം 8. 8നെ എത്ര കൊണ്ട് ഗുണിച്ച 40 കിട്ടും? 5. ഇതാണ് ഉത്തരം. എന്തുത്തരം? ഇതിന്റെ ഉത്തരമല്ല, അതായത് ഇത് ഓരോന്നും 5 വീതമാണ് എന്ന് അർത്ഥം. 100 5 200 5 500 5. അപ്പൊ ആകെ എത്ര വന്നു? 15 നോട്ടുകളാണ് ആകെ. ഓക്കെ. ഭക്ഷ്യസുരക്ഷാ പദ്ധതി പ്രകാരം 398 കുട്ടികൾക്ക് 4 കിലോഗ്രാം അരി വിതരണം ചെയ്തു. അവസാനം 4 ക്വിന്റൽ 8 കിലോഗ്രാം അരി ബാക്കി വന്നു. എങ്കിൽ എത്ര ടൺ അരിയാണ് വിതരണത്തിന് കൊണ്ടുവന്നത്? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതില് അറിയാത്ത 2 വാക്കുണ്ട് അല്ലെ. ഒന്ന് ക്വിന്റൽ, പിന്നെന്താ? ടൺ. ഇതെന്താണെന്ന്, ഇത് രണ്ടും എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഇതിന്റെ ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ. ക്വിന്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 100 കിലോഗ്രാം. 100 കിലോഗ്രാം വരുന്നതിനെ ക്വിന്റൽ എന്നും 1000 കിലോഗ്രാം വരുന്നതിനെ ടൺ എന്നും പറയും. അപ്പം എത്ര ടൺ എന്ന് പറഞ്ഞാൽ എത്ര ആയിരം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 200 കിലോഗ്രാം ആണെങ്കിൽ 2 ക്വിന്റൽ. അങ്ങനെയാണ്. ശരി, നമുക്ക് നോക്കാം. ഭക്ഷ്യസുരക്ഷാ പദ്ധതി പ്രകാരം 398 കുട്ടികൾക്ക് 4 കിലോഗ്രാം അരി വിതരണം ചെയ്തു. അപ്പൊ വിതരണം ചെയ്ത അരി എത്രയാണ്? 398 ഗുണിക്കണം 4 ഗുണിച്ചു നോക്കാം അല്ലെ. 4 8 32 3 ബാക്കി 4 9 36 3 39 വീണ്ടും 3 ബാക്കി 4 12 3 15 1592 കിലോഗ്രാം അരിയാണ് കുട്ടികൾക്ക് വിതരണം ചെയ്തത്.
പിന്നെയോ അങ്ങനെ വിതരണം ചെയ്തപ്പോ ഒന്ന് സംഭവിച്ചു, 4 ക്വിന്റൽ 8 കിലോഗ്രാം അരി ബാക്കി വന്നു. അപ്പൊ ബാക്കി എത്രയുണ്ട്? 4 ക്വിന്റൽ എന്ന് പറഞ്ഞാൽ 1 ക്വിന്റൽ 100 കിലോഗ്രാം. 4 ക്വിന്റലോ 400ഉം അതിന്റെ കൂടെ എന്താ 8 കിലോ അരി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 408 കിലോഗ്രാം. വിതരണം ചെയ്തത് 1592 കിലോഗ്രാം, ബാക്കി വന്നത് 408 കിലോഗ്രാം. അപ്പോ എങ്കിൽ എത്ര അരിയാണ് വിതരണത്തിന് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോ ഇത് രണ്ടും കൂടെ കൂട്ടും അല്ലെ. 1592ഉം 408ഉം കൂടെ കൂട്ടുക. 8 2 10, ഒന്ന് ബാക്കി, 1 9 10, വീണ്ടും ഒന്ന് ബാക്കി, 4 5 9ഉം നേരത്തെയുള്ള 1 ബാക്കി, 10 ഒന്ന് ബാക്കി, 1 1 2. എന്ത് വന്നു? 2000 കിലോഗ്രാം അരിയാണ് കൊണ്ടുവന്നത്. ചോദിച്ചിരിക്കുന്നത് എത്ര കിലോഗ്രാം എന്നല്ല, എത്ര ടൺ എന്നാണ്. അപ്പൊ നേരത്തെ പറഞ്ഞു 1 ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം, അല്ലെങ്കിൽ 1000 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1 ടൺ. അപ്പൊ 2000 കിലോഗ്രാം എത്രയാണ്? 2 ടൺ. ഇതാണ് വിതരണത്തിന് കൊണ്ടുവന്ന അരി. ഓക്കെ, അടുത്ത ചോദ്യം. 64 കുട്ടികളുള്ള ഒരു വഴിയിൽ ആശ മുമ്പിൽ നിന്ന് 48ാമതും അനു പിറകിൽ നിന്ന് 19ാമതും ആണ്. അവർക്കിടയിൽ എത്ര കുട്ടികളുണ്ട്? ആകെ എത്ര കുട്ടികളുണ്ടെന്ന് അറിയുമോ? 64 കുട്ടികൾ. അങ്ങനെയുള്ള ഒരു വരി. അതില് ആശ മുമ്പിൽ നിന്ന് 48ാമത്, അനു പിറകിൽ നിന്ന് 19ാമത്. അവർക്കിടയിൽ എത്ര കുട്ടികളുണ്ടെന്ന് ചോദിക്കുമ്പോ ഇതിന്റെ ഉത്തരം നമ്മോട് എന്തായാലും തെറ്റിപ്പോകും. അതെങ്ങനെ തെറ്റിയെന്നറിയോ? നമ്മള് ഇതാ ആശ മുമ്പിൽ നിന്ന് 48ഉം അനു 19ാമത് പറയുമ്പോൾ 48ൽ നിന്ന് 19 കുറച്ചിട്ടുള്ള ഒരു ഉത്തരം നമ്മള് അങ്ങ് എഴുതി വെക്കും. അങ്ങനെ എഴുതി വെച്ചാൽ ആ ഉത്തരം തെറ്റിപ്പോകും. അതെന്തുകൊണ്ടാ? അത് കാണിക്കാം. ഇതാണ് വരി. ഇതിലാകെ എത്ര കുട്ടികളാണുള്ളത്? 64 കുട്ടികൾ. അതില് ആശയാണ്. ആശ മുമ്പിൽ നിന്ന് 48. ഇത് ആശയാണ്. 48ാമതാണ് ആശ. അനു ഇവിടെ നിന്ന് 19ാമത് ആണ്. 19ആവുമ്പോ ഇങ്ങോട്ടേക്ക് വരും. എന്റെ ചോദ്യം ഇതാണ്, ആശ ഇവിടെ നിന്ന് 48ാമത് നിന്ന് കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങോട്ടേക്ക് എത്ര പേരുണ്ട്? ആകെ 64 ആണല്ലോ അല്ലെ. പിന്നീട് ഇങ്ങോട്ടുള്ളത് 16 പേരാണ്. ഇവിടെ വരെ 48ഉം ഇവിടെ നിങ്ങോട്ട് 16 പേര്. പക്ഷെ അനു നിൽക്കുന്നത് എങ്ങനെയാ? 19. അതായത് ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ നിന്ന് 16 കഴിഞ്ഞ് ആശ വരുന്നത് 17ാമതാണ്. അങ്ങനെ 17 കഴിഞ്ഞ് 18 കഴിഞ്ഞ് 19ആണ്. ഇങ്ങനെ അങ്ങോട്ടേക്ക് വരുന്നത് 19. അപ്പൊ ഇവിടെയാണ് അനു നിൽക്കുക. ഇങ്ങനെ അങ്ങോട്ട് ആശ നിൽക്കുന്നത് എത്രയാ? 17. അനു നിൽക്കുന്നത് 19. അതിനിടയിൽ എത്ര കുട്ടിയുണ്ട്? ഒരൊറ്റ കുട്ടി മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഉത്തരം 1 എന്നാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ചിത്രം നോക്കൂ. ഇതാണ് ചിത്രം. കണ്ടില്ലേ? ഇങ്ങനെ 1 2 3 4 5 6 7 കള്ളി മുകളിലുണ്ട്, 7 കള്ളി താഴെയുള്ള ഒരു ചിത്രമാണ്. ഒരു മാസത്തിലെ 4 ദിവസങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഇതൊരു കലണ്ടറിന്റെ ഭാഗമാണ് എന്നർത്ഥം. അതിലെ 4 പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പച്ച മഷി കൊണ്ടാണ് മൊത്തം. ഇത് പച്ചയും ചുവപ്പും കൂടി ചേർന്നതാണ് ഈ 4 കള്ളി. താഴെ പറയുന്നതിൽ അതിലെ തീയതികളുടെ തുകയായി വരാൻ സാധ്യതയില്ലാത്തത് ഏതാണ്? താഴെ പറയുന്നത് ഏതൊക്കെയാ? 96, 104, 106, 108 ഇങ്ങനെ 4 സംഖ്യ തന്നിട്ടുണ്ട്. ഈ 4 കള്ളികളിലെയും സംഖ്യകൾ കൂട്ടിയാൽ കിട്ടാത്തത് ഇതിലേതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ ഇതിന്റെ വഴി? ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ വഴി? നമുക്കിപ്പോ സംഖ്യകളൊന്നും തന്നിട്ടില്ല. ഇതൊന്നും തരാണ്ട് തന്നെ കണ്ടുപിടിക്കാൻ എന്താ വഴി എന്നറിയോ? സിമ്പിളാണ്. ഇതിലെ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയാത്ത സംഖ്യ ഏതാണെന്ന് നോക്കിയാൽ മതി. അതാണ് അതിന്റെ ഉത്തരം. ഇപ്പൊ ഉദാഹരണത്തിന് A 96. ഇതിനെ 4 കൊണ്ട് നിശേഷിക്കാൻ പറ്റുമോ? പറ്റും. 96നെ 4 കൊണ്ട് കഴിച്ചാൽ 20. അടുത്തത് 104.
4 കൊണ്ട് നിശ്ചയഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. എന്താണെന്നറിയോ? ഈ 1ന്റെയും 10ന്റെയും സംഖ്യ എടുത്താൽ ആ സ്ഥാനത്തെ സംഖ്യ ഇത് എത്രയാ? 0, 4. ഈ 4 കൊണ്ട് നിശ്ചയഹരിക്കാൻ പറ്റൂലേ? പറ്റും. അപ്പൊ ഇതിനെയും 4 കൊണ്ട് നിശ്ചയഹരിക്കാൻ പറ്റും, ഇതിനെയും പറ്റും. അടുത്തെന്താ? 106. നേരത്തെ പറഞ്ഞ പോലെ 1ന്റെയും 10ന്റെയും സ്ഥാനത്തെ സംഖ്യ എടുക്കുക 6 ആണ്. 6നെ 4 കൊണ്ട് നിശ്ചയഹരിക്കാൻ പറ്റുമോ? ഇല്ല. 1 4 4, 24 8 അവരെ 6 അല്ല. അപ്പൊ ഇതാണ് അതിന്റെ ഉത്തരം. സാധ്യതയില്ലാത്ത സംഖ്യ 106. ഇനി 108 ആണെങ്കിലും ഇതാ 1ന്റെയും 10ന്റെയും സ്ഥാനത്തെ സംഖ്യ 8 ആണ്. 8നെ 4 കൊണ്ട് നിശ്ചയഹരിക്കാൻ പറ്റും, 2 കിട്ടും. അപ്പൊ ഇതില് ഉത്തരം കിട്ടാത്തതുണ്ടല്ല, ഇതിന്റെ ആ ചോദ്യത്തിന്റെ ഉത്തരം, അതായത് 4 കൊണ്ട് നിശ്ചയഹരിക്കാൻ പറ്റാത്ത സംഖ്യ 106. ഓക്കെ.